അഡ്വക്കേറ്റ് ജെ.എസ്. അഖിലിനെ KPCC മാധ്യമ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതിന്റെ പേരിൽ പ്രതികാര നടപടിയെന്നാണ് അഖിൽ പറയുന്നത്. KPCC അംഗവും കോൺഗ്രസിന്റെ മാധ്യമ വക്താവുമായിരുന്നു ജെ.എസ്. അഖിൽ. മാധ്യമ വക്താവ് എന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ജെ.എസ്. അഖിലിനെ ഒഴിവാക്കിയിരിക്കുന്നത്. ജിബിൻ വിവരങ്ങളുമായിട്ട് ജിബിൻ, ഇപ്പോ ചാണ്ടി ഉമ്മനൊപ്പം വത്തിക്കാനിൽ നടന്ന ലോക സർവ്വമത സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു വന്ന ആളാണ്. ഈ ചാണ്ടി ഉമ്മനെ പിന്തുണച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ടാണോ ഇങ്ങനെയൊരു തീരുമാനം? ദിവിഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട്, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് മതിയായ പ്രാതിനിധ്യം നൽകിയില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇത് സംബന്ധിച്ച് മാതൃഭൂമി ഉൾപ്പെടെയുള്ള വാർത്ത ചെയ്യുകയും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ജെ.എസ്. അഖിലാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ആരും അന്ന് ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം. അത് ലംഘിച്ചുകൊണ്ടാണ് ജെ.എസ്. അഖിൽ മാതൃഭൂമിയിൽ ചർച്ചയ്ക്ക് പങ്കെടുത്തത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് ഇപ്പോൾ KPCCയുടെ മീഡിയ സെല്ലിൽ ലഭിച്ചിരിക്കുന്ന വിശദീകരണം. ജെ.എസ്. അഖിൽ എന്ന് പറയുന്നത് തലസ്ഥാനത്തെ ഏറ്റവും സജീവമായ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാളാണ്. ഉമ്മൻചാണ്ടിയോടൊപ്പം അതിനുശേഷം ചാണ്ടി ഉമ്മനോടൊപ്പം സഹചാരിയായി കൂടെ എപ്പോഴും ഉള്ള ഒരാൾ കൂടിയാണ് ഈ ജെ.എസ്. അഖിൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കഴക്കൂട്ട മണ്ഡലത്തിൽ സജീവമായി എടുത്തു പറഞ്ഞ ഒരു പേര് കൂടിയായിരുന്നു ജെ.എസ്. അഖിലിൻ്റേത്. ഈ ജെ.എസ്. അഖിലിനെയാണ് ഇപ്പോൾ KPCCയുടെ ഈ മാധ്യമ വക്താവ് എന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ദീപ്തി മേരി വർഗീസാണ് ജെ.എസ്. അഖിലിനെ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത്. സമാനമായ രീതിയിൽ മുൻപ് ഷമാ മുഹമ്മദിനെയും ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്തായാലും ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവനയിൽ സപ്പോർട്ട് ചെയ്തതിനും അതിനോടൊപ്പം നിന്നതിനുമാണ് തന്നെ പുറത്താക്കിയത്. ഇതൊരു പ്രതികാര നടപടിയാണ് എന്നാണ് ജെ.എസ്. അഖിൽ പറഞ്ഞിരിക്കുന്നത്. ശരി ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്.